കർത്താവ് തൻ്റെ ജനത്തെ സന്തോഷത്തോടെയും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ജ്ഞാനാലാഭത്തോടെയും നയിച്ചു. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കളത്തിൽ കൊച്ചു ത്രേസ്യ, തേക്കാനത്ത് ജോർജ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും, മഞ്ഞളി ചീക്കു, ത്രേസ്യ, പുഷ്പ, പറമ്പൻ തോമസ്, ഭാര്യ വിക്ടോറിയ. ഇതിൽ മഞ്ഞളി പുഷ്പയുടെ 30ാം ചരമദിനവും അതുപോലെ പറമ്പൻ തോമസ് ഭാര്യ വിക്ടോറിയയുടെ 7ാം ചരമദിനവും. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ ഭവനങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷ വഴി ഈ ആത്മാക്കൾക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ, പ്രത്യേകിച്ച് നമ്മൾ ഉയർപ്പിൽ പങ്കുചേരുമ്പോൾ ഈ മരിച്ചുപോയവരെ കൂടുതലായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ബലിയിൽ നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഭാഗമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് ക്യൂ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിടം. അതുകൊണ്ട് തന്നെയാണ് 3 പ്രാവശ്യവും ഈശോ പ്രത്യക്ഷപ്പെടുന്ന രംഗം ഒറ്റ അധ്യായത്തിൽ, ഒറ്റ ഭാഗത്തിൽ മാർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഈശോ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, വീണ്ടും 11 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നു. ഇവർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് ഈശോ സങ്കടപ്പെടുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മുടെ നയനങ്ങൾ തുറന്നുകൊണ്ട് കർത്താവ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അത് ഈശോയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലും ഭാവത്തിലുമായിരിക്കില്ല ഈശോ കടന്നു വരുന്നത്. ചിലപ്പോഴൊരു സാന്ത്വനമായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു മന്ദമാരുതൻ പോലെ ആയിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ മറ്റു സഹോദരങ്ങളിലൂടെ ആയിരിക്കാം, നമ്മുടെ സങ്കടാവസ്ഥയിൽ കർത്താവ് നമ്മെ സമീപിക്കുന്നത് മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും രോഗവും ദുഃഖവും മരണവും ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് നമ്മൾ അടുത്തറിയുക. ഈശോയെ അങ്ങയെ കൂടുതലായിട്ട് അടുത്തറിയുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവെ അങ്ങയുടെ ജീവൻ ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന പ്രാർത്ഥനയോടെ, മരിച്ചുപോയ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നൽകണമെന്ന പ്രാർത്ഥനയോടെ ഈ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ദിവ്യയാഗം ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് അവിടത്തോട് മാപ്പും മോചനവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ വിശ്വസിക്കുന്ന മക്കളെ അങ്ങേ കൃപയുടെ സമൃദ്ധിയാൽ അങ്ങ് വർദ്ധിപ്പിക്കുന്നുവല്ലോ. അങ്ങേ തിരഞ്ഞെടുപ്പിനായി
ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങനെ ജ്ഞാനസ്നാന കുദാശയാൽ നവജാതരായവരെ ഭാഗ്യപൂർണമായ അനശ്വരതയുടെ വസ്ത്രമണിയുവാനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ പ്രമാണിമാരും പ്രഭുക്കന്മാരും നിയമജ്ഞരും അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിനു ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറൂസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം. സങ്കീർത്തനം. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിന്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. കർത്താവിന്റെ വലത്ത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുകളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ
ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനം നമ്മൾ ചെയ്യുമാറാകട്ടെ. 3 സംഭവങ്ങൾ, 3 സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്ക് ഉയർപ്പിനെക്കുറിച്ചുള്ള ബോധ്യമില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, ശരീരത്തോടുകൂടി ഉയർക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നവരാണ്. പക്ഷേ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഉണ്ടോ? കർത്താവ് എന്നാ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മരണമില്ല. നമ്മളെല്ലാവരും അനശ്വരരായ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ളവരാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിനുള്ള കൃപാവരത്തിന് കർത്താവിനെ മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ജീവിത രീതി മനസ്സിലാക്കുവാൻ, ഈശോയെ തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഈ ദൈവബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരാനുള്ള ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിന് ഫലമായ ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേ സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവ്വസൃഷ്ടികളെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഈ വെള്ളത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രഹസ്യം വഴി ഞങ്ങളുടെ മനുഷ്യപ്രയ പങ്കാളിയാണ് തിരുവിടാൻ അവിടുത്തെ ജീവിതത്തിൽ ഞങ്ങൾ പങ്കാളികളാണ്. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയപാനീയമായി തീരാനുള്ള മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെയും ഫലമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടി നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, എളിമയുടെ അരൂപിയും അനുദപിക്കുന്ന ഹൃദയവുമുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങേ തിരുവൻപിൽ ഞങ്ങളുടെ ബലി അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ മാലിന്യങ്ങളെ സഹോദരന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ ഇന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിന്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങ് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, അവിടുന്ന് വധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാക വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ്
പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ രക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസ്യപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ വലിയ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശാസ്ത്രവിശ്വാസം നമുക്ക് നിത്യായുസ്സ് പ്രദാനം ചെയ്യുന്നു. ഈ പരിശുദ്ധമായ ശരീരം രക്തവും വഴി ഞങ്ങളെല്ലാ പാപങ്ങളും തിന്മകളും മോചിപ്പിക്കുകയാണ്. അങ്ങ് ഈ കൽപ്പനകളോട് ഞങ്ങൾ എപ്പോഴും ചേർത്ത് നിർത്താനായിട്ട് വരുത്തുക. അങ്ങനെ വേർപെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. ഒരു വാക്ക് തിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആത്മീയമായ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഭവനങ്ങളായിരുന്നു കൊണ്ട് തന്നെ ഈശോയെ ഉൾക്കൊള്ളുവാനായിട്ട്, ഈശോയെ തിരിച്ചറിയുവാനായിട്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നിലേക്ക് കടന്നു വരണമേ, എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, എന്നിവ നിറയണമേ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്, ആത്മീയമായ കർത്താവിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞ ഈ നിമിഷത്തെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. ഞങ്ങൾ വന്ന് നിറയണമേ ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ആദരങ്ങളാൽ സ്വീകരിച്ചത് നിർമ്മല മനസ്സോടെ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്കത് ഭൗതിക സ്ഥാനത്തിൽ നിന്ന് നിത്യ ഔഷധമായി ഭവിക്കുവാനും അങ്ങ് ഇടയാക്കുമാറാകട്ടെ. ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ മക്കളെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായവരെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉത്ഥാനത്തിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാളെയും 6:30 നമ്മുടെ ദിവ്യബലി. നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ 6:00 തന്നെയാണ്, ഞായറാഴ്ചയാണ് നാളെ. അതിനാൽ കഴിയുന്ന എല്ലാവരും തന്നെ ഭവനങ്ങളിലിരുന്ന് ദിവ്യബലിയിൽ പങ്കുചേരുവാനായിട്ട് ശ്രമിക്കുക. ലൈവായിട്ടല്ലെങ്കിലും പിന്നീടും ഒരുങ്ങി, നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ബലിയർപ്പണത്തിൽ ഒരുങ്ങി പങ്കുചേരുവാനായിട്ട് നിങ്ങളെവരെയും ക്ഷണിക്കുകയാണ്.
നമ്മുടെ ക്വാറന്റൈൻ കാലഘട്ടം കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കുക. ഭവനങ്ങളിലായിരിക്കുവാനായിട്ട് പറയുന്ന നിമിഷങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുവാനും നമുക്ക് അച്ചടക്കം 1 മാസം വരെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നല്ല മനുഷ്യരായ നല്ല മനസ്സുകളുള്ള ചിലരൊക്കെ ചെറിയ സഹായമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് തിരഞ്ഞെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഞാനത് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ കാലഘട്ടം കഴിച്ചു കൂട്ടുവാനായിട്ട്. ഇന്നത്തെ ദിവസം ഈശോ നമ്മോട് പറയുന്നത് ഈശോയെ തിരിച്ചറിയുവാനുള്ള ശക്തിക്കായിട്ട്, കൃപാവരത്തിനായിട്ട് നമ്മളെല്ലാവരും നമ്മൾ വിശ്വാസമുള്ളവരായിട്ട് തീരുവാനായിട്ട്, അവിടുത്തെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഇട കൊടുക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ഇന്ന് കർത്താവെ വിശ്വാസത്തോടെ അങ്ങനെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുഭ്രവസ്ത്രധാരി ദൂതൻ ചൊന്നു ഭക്ത സ്ത്രീകളോടായി, ഗലീലയായി നാഥനിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.